ഞാൻ സഫ്വാനിലേക്ക് പോവുകയാണ്. സഫ്വാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളൂരിലാണുള്ളത്. സഫ്വാൻ, അവിടെ നേരത്തെ ചില കശപിശകൾ ഉണ്ടായതായി അറിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിയും പോലീസും തമ്മിൽ എന്തോ വാക്തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ആദ്യം പറയാമോ? നൗഫൽ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിലാണ് ഈ CPIMന്റെ വിമത സ്ഥാനാർത്ഥി, മുൻ ദേശാഭിമാനി ബ്യൂറോ ചീഫൊക്കെ ആയിരുന്ന കെ ശ്രീകണ്ഠൻ ഇവിടെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വി മുരളീധരൻ അടക്കം വോട്ട് ചെയ്ത ബൂത്തിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ബൂത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ പോലീസുകാരോട് ചില വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. ബൂത്തിന്റെ പരിസരത്ത് നിന്ന് 100 മീറ്റർ മാറി നിൽക്കണമെന്നുള്ള പോലീസ് നിർദ്ദേശം സ്ഥാനാർത്ഥി ചെവി കൊണ്ടില്ല എന്നാണ് പോലീസിന്റെ പരാതി. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇടപെട്ട ശേഷമാണ് ഇദ്ദേഹം അവിടുന്ന് മാറാൻ തയ്യാറായത്. കുറേ സമയം പോലീസുകാരോട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ട സമയം ഉണ്ടായി. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ ശ്രീകണ്ഠൻ എന്തായാലും ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം, ഈ CPMന്റെ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട വിമത സ്ഥാനാർത്ഥിയാണ് കെ ശ്രീകണ്ഠൻ. മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. കെ ശ്രീകണ്ഠൻ ഇപ്പോൾ മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം? എന്താണ് നിങ്ങളോട് പോലീസ് പറഞ്ഞത്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ സ്ഥാനാർത്ഥിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോലീസാണോ നിങ്ങളോട് പറഞ്ഞത്? നിൽക്കുന്ന ഇവിടെ ഒരു സമാധാനം ഇല്ലാത്ത പ്രശ്നം, ഒരു പ്രശ്നമില്ലാത്ത ബൂത്താണ്. എല്ലാം മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരൊക്കെയാണ്. ആരെയും അതിനകത്ത് നിന്ന് ആരെയും ക്യാൻവാസ് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടവരുണ്ട്. ചിലർ അസുഖമായിട്ട് വന്ന് വോട്ട് ചെയ്തവരുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് കുഴപ്പം. നമുക്കിവിടെ നാട്ടുകാർക്കും പ്രശ്നമില്ല, സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് എനിക്കും പ്രശ്നമില്ല. വോട്ടെടുപ്പ് വളരെ സമാധാനപരമായിട്ട് നടക്കുന്നു. അതെ നൗഫൽ, ഇപ്പോൾ ഇവിടെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലുള്ള വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വലിയ ആവേശത്തോടു കൂടി ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ? നൗഫൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊതുവെ ഇപ്പോൾ നല്ല പോളിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 59% തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ്. അതിനെ മറികടക്കുന്ന വിധത്തിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് കാണുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ശരാശരിയോടനുബന്ധിച്ച് തന്നെ ഈ കോർപ്പറേഷൻ പരിധിയിലെ തന്നെ പോളിംഗ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷം വിശദമായി സംസാരിച്ചു. 80% ആളുകളും വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ 4ാം ബൂത്തിലെത്തിയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ A. ഷാജഹാൻ വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരോടും വോട്ട് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുവെ ക്രമസമാധാനപരമായിട്ട് തന്നെയാണ് ഈ പൊതുവായിട്ടുള്ള വോട്ടിംഗ് രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മറ്റൊരു എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തില്ല. അവിടുത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വാഹനാപകടവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ളത്. പൊതുവെ കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വോട്ടിംഗ് ശതമാനം കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല എല്ലായിടത്തും പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മോശമല്ലാത്ത രീതിയിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.